ഹലോ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്നത്തെ വീഡിയോ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മാന്തൽ മീനില്ലേ, ഉണക്ക മീൻ അത് വറ്റിച്ചെടുക്കുന്നത്, പിന്നെ മത്തന് പപ്പായൊക്കെ ഇട്ടിട്ട് മിക്സ്ഡ് ഒരു കറി, പിന്നെ കുറച്ച് ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, വ്ലോഗാണ്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നോക്കുന്നത്. അപ്പൊ തന്നെ ഈ മാന്തലിലേക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഒക്കെ അതിലേക്ക് ഒരു മിക്സിന്റെ ജാറ് എടുത്ത് അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോന്റെ പകുതി അത് വേഗം ചേർത്ത് വെച്ചിട്ട് നന്നാക്കിയിട്ടുണ്ട്. ഫ്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ടൊന്നും എടുത്തിട്ടുണ്ട്. അപ്പൊ സവാള ഞാൻ കഷ്ണത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവാളയെ കട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ തന്നെ ഒരു ഉരുളി ഇവിടെ അടുപ്പത്ത് വെച്ചെടുക്കുന്നുണ്ട്. അപ്പൊ മഞ്ചത്തിൻ്റെ അതിന്റെ ടേസ്റ്റ് ഇട്ടാ മഞ്ചത്തി ഒക്കെ പൊട്ടിട്ടോ. പിന്നെ എന്തൊക്കെ ഒരു പൊട്ടിയൊക്കെ കൊണ്ടുവന്ന് മൺചട്ടിയൊക്കെ എല്ലാം പൊട്ടി. അപ്പൊ മൺചട്ടിയിലാകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എന്താ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നാക്കിയിട്ടൊന്ന് വാടിയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ വെളുത്തുള്ളി, ടൊമാറ്റോ, പച്ചമുളക് ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് കാണിച്ചേരട്ടെ. അപ്പൊ ഇതൊക്കെ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ വേണം കേട്ടോ. നന്നാക്കിയിട്ട് വെച്ചെടുത്ത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്കും പ്രസ് ചെയ്യുക. അത് ഓൺലൈൻ ഓപ്ഷനുകൾ അനേബിൾ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ മാത്രമേ ഞങ്ങൾ ഇതിന്റെ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പൊ വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പുളിന്റെ വെള്ളം ചേർക്കണം കേട്ടോ. അപ്പൊ പുളിയൊക്കെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ചീഞ്ഞ് എടുത്തിട്ട് ഇതിന്റെ വെള്ളം പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന്, പിന്നെ ഉണക്കൽ മീനായതുകൊണ്ട് തന്നെ അതിന് ഉപ്പൊന്നും വേണ്ട. അപ്പൊ ഞാനിത് വെള്ളത്തിൽ ചേർത്തതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കുറച്ചേരം വെച്ചതുകൊണ്ട് തന്നെ ഇപ്പൊ പോകുന്നത്. പിന്നെ പ്രഷറും ഇതൊക്കെ പിന്നെ പറ്റിയില്ല. അപ്പൊ നോക്കാൻ ഈ പ്രഷറും ഇതൊക്കെ വെച്ച് കുറച്ചേരം വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉപ്പ് കുറച്ച് കുറവ് ആയിട്ടുണ്ട്. അപ്പൊ ഇടാം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കട്ടോ. അത് തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാ മസാലകളും ചേർത്തിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടിട്ടെടുക്കുക. അപ്പൊ ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് പാകാണെന്ന് നോക്കിയിട്ട് ഇട്ടെടുക്കുക. അപ്പൊ മിക്സിന്റെ ജാറൊക്കെ കൂടി ഒന്ന് കേജി ഒഴിച്ചെടുക്കുക. വെള്ളം കൂടി ഇതിലേക്ക് ഇട്ടെടുക്കുക, ഒഴിച്ചെടുക്കട്ടോ. സോറി. എന്നിട്ട് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കേജി വെള്ളം വാർത്തി വെച്ച മീനിലെ മാന്തൽ മീൻ ഇതിലേക്ക് ഇട്ടെടുക്കുക. അപ്പൊ ഇപ്പൊ ഈ ഒരു മീനാകുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾ കഴിക്കട്ടെ. അങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ മീനുകൾക്കൊക്കെ എന്തൊക്കെ ആകുമ്പോൾ കഴിക്കൂലട്ടോ. ഇഷ്ടം അങ്ങനെയൊക്കെയാണ് ചില സമയത്ത്. ചിലപ്പോൾ കുറച്ച് നല്ലമായി വീട്ടിൽ കുട്ടികൾ കഴിക്കില്ല. പിന്നെ ആൾക്കാരാകുമ്പോൾ ഇഷ്ടമല്ല. ഉണക്കൽ മീനൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് വറ്റിച്ചത് മീനൊക്കെ ഇഷ്ടം. അപ്പൊ അതിവിടെ വീട് വെച്ചിട്ടുണ്ടായത് മീനത് അവിടെ കടന്നു ഇങ്ങനെ കാട്ടട്ടെ. പെട്ടെന്ന് വേവും ചെയ്യും. അപ്പൊ പിന്നെ കുക്കറിൽ കറി അതൊക്കെ പിന്നെ വീഡിയോക്ക് മറ്റൊരു വീഡിയോക്ക് എഡിറ്റ് വോയിസ് പിന്നെ എക്സ്പോർട്ടൊക്കെ ആയി വരുമ്പോഴേക്ക് പിന്നെ എനിക്ക് ഇതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടില്ല. മറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റൊന്നും പപ്പായൊക്കെ കട്ട് ചെയ്ത് വെച്ച് അത് കുക്കറിൽ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നന്നാക്കിയിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ മിക്സ് ചെയ്യുന്ന ഒന്ന് ഉടച്ചെടുക്കട്ടോ. വെള്ളമെടുത്തിട്ട് നമുക്ക് പാകമായി കിട്ടട്ടെ വിചാരിച്ചിട്ട് പിന്നെ പാകത്തിനുള്ള കഞ്ഞിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വെളുത്തുള്ളിയും കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് കടന്ന് വറുത്തെടുക്കണം. അപ്പൊ അതിന്റെ മുമ്പ് കുറച്ച് കഞ്ഞിവെള്ളം ഒന്ന് ചെറുതായിട്ടൊരു ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് അയച്ചെടുക്കണം. അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ കിട്ടുള്ളൂ. അപ്പൊ പാകത്തിന് കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ പാകാണോ നോക്കിയിട്ട് ഈ ഒരു സാധനമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേണം ഇതിൽ ഇങ്ങനെ എന്താണ് ഇത് വറുത്തെടുക്കാൻ. അപ്പൊ ഇപ്പുറത്ത് നമ്മുടെ മീൻ കറി വേണം. അപ്പൊ മീൻ വറ്റിച്ചത് എന്താണ് വെന്തിട്ടുണ്ടാകും. അതൊന്ന് നോക്കി വെക്കാൻ. ഈ ഒരു പെട്ടെന്ന് എല്ലാ വീടുകളും പറയുന്നത് ഈ ഒരു സ്റ്റവാണ് അതിന് കത്തിട്ട മറ്റൊരു ചെറുതായിട്ട് കത്തിണ്ടാക്കുന്നതിനായി അതിന് കടന്ന് നേരം കളയണ്ട. അപ്പൊ ചെറുത് സിമ്മിലിടേണ്ട കാര്യങ്ങളെ ഈ ഒരു അടുപ്പിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മീൻകറി കാണുന്ന സൂപ്പർ ടേസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മതി. അപ്പൊ ഞാൻ ഒരു ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ഇറച്ചി ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു ചട്ടി വരുന്നത് മാറ്റി വെക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് നമ്മള് ഒരു ചട്ടി വെക്കണം കേട്ടോ. അതിങ്ങനെ ചട്ടി വെച്ചെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് കടുക് ഇട്ടെടുക്കുക. കടുക് പൊട്ടിയതിനു ശേഷമാണ് വെളുത്തുള്ളി, കറിവേപ്പില. അതിന്റെ ഇടയിൽ ഞാൻ കറിവേപ്പിലൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ കറിവേപ്പില പറിച്ചെടുക്കുന്നതിന് വീതി എല്ലാവരും ഉണങ്ങി ഏകദേശം ഒരു ഇതായിരിക്കും. അപ്പൊ പിന്നെ കയ്യിലൊക്കെ പറിച്ചെടുത്തതാണ് ഞാൻ. അപ്പൊ അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ടെടുക്കുക. കടുക് എല്ലാം പൊട്ടി വരുമ്പോഴേക്ക്
നമുക്ക് വെളുത്തുള്ളിയൊക്കെ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ വെളുത്തുള്ളി പൊടിച്ച് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് കറിവേപ്പിലും ഒക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ ഗ്ലാസ് തുറന്ന് മാറ്റിക്കട്ടെ. അപ്പൊ എന്തിനാണാവോ എന്താണ് ഏതായാലും മറന്നിട്ടില്ല. ഇനി വെള്ളം പാകാക്കാനോ മീൻ കത്തിച്ചിട്ട് അങ്ങനെയൊക്കെ ആകൂട്ടോ. അതൊക്കെ പിന്നെ അത്ര മതിട്ടോ. ഇനി വെള്ളം ഒന്നും ഏറെ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ പിന്നെ അകെ പോകും. അപ്പോൾ എന്തിനോ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. എന്തിനപ്പോൾ അപ്പോൾ അതാ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് മൂപ്പായി വരട്ടെ കിട്ടുന്നതാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേവിച്ച് വെച്ച മത്തന് രണ്ട് പപ്പായ മിക്സ്ഡ് കറി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അതൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയില്ല ഉണ്ടാക്കുന്നത് എങ്ങനെയാ വെച്ചാൽ മത്തനൊക്കെ നന്നാക്കിയിട്ട് എന്താണ് കട്ട് ചെയ്ത് കഴുകുക. പിന്നെ പപ്പായ നല്ല തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നാക്കി കഴുകിയിട്ട് എന്താണ് എങ്ങനെയാ വെച്ചാൽ കഴുകിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക. എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ചമുളക് പിന്നെ ഉപ്പ് അങ്ങനെ ഇട്ട് അത് മാത്രമേ തന്നെ വേവിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല. മെയിൻ പച്ചമുളകും ഉപ്പും തന്നെയുള്ളൂ. അതൊക്കെ ഇട്ട് വേവിച്ചാണ്ട് ഒരു കുക്കറിൽ വേവിച്ചെടുത്ത് മിക്സ് ആക്കിയിട്ട് ഒരു വിസിൽ അടിച്ചതിന് കേട്ടോ. ഒരു 3 വിസിൽ അടിച്ചതിന് ശേഷം ഓഫാക്കി എടുത്തിട്ട്. അപ്പം നിങ്ങളെ കുക്കർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ എരിവനുസരിച്ച് അപ്പം മീനൊക്കെ വറ്റിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് അങ്ങനത്തെ ഇതൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ചും കൂടി ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. ഒന്ന് എന്താ പറയുക വന്നതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പം ഞാൻ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ നേരം വൈകിയിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കൊടുക്കണം വീടൊന്നുമില്ല കേട്ടോ. അവരോട് കുളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് മിനിമോളെ ഇതിനോനും കൂട്ടിയിട്ട് കുളിച്ചിട്ട് വാങ്ങിട്ട് കഴിക്കുക ഭക്ഷണം പറഞ്ഞു. അപ്പം അങ്ങനെ അവർ പോയി. അപ്പം അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ പോയി. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളാട്ടോ കുറച്ച് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ എനിക്ക് ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പം ഞാൻ അവരെ അധികം ഇന്നിങ്ങനെ ആകെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ട് പെട്ടെന്ന് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഒക്കെ റെഡിയാക്കിയിട്ട് പോകാൻ കേട്ടോ. അവിടെ എനിക്ക് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ. പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ വൈകുന്നേരത്തെ കേട്ടോ. പിന്നെ അധികമൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ കിട്ടിയിട്ടില്ല. കാരണം മിന്നമോളെടുത്ത് കഴിഞ്ഞിട്ടോ. പിന്നെ വൈകുന്നേരമായി. അപ്പോൾ പുറത്തു കൂടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പൊറുക്കി വെച്ചിങ്ങനെ തേങ്ങല്ലേ. അപ്പോൾ അതൊക്കെ ഒന്നത് കൂട്ടി വെച്ചതാട്ടതൊക്കെ അതൊക്കെ ഒന്നത് വീഡിയോ എടുക്കാൻ പറഞ്ഞത് മിന്നമോളോട്. അപ്പോൾ അതൊക്കെയാണ് തേങ്ങ. ഇപ്പോൾ ഇതിന് പൊളിക്കാൻ ആളെ കിട്ടണം. പൊളിച്ചിട്ട് പിന്നെ ആട്ടാനില്ലതാട്ടോ. അതിനൊക്കെ താൻ ഉണ്ടാക്കണം. പിന്നെ ആളെ കിട്ടിയിട്ട് വേണം ഒരു ബൈക്കാക്കാൻ. അപ്പോൾ അതാ രാത്രിയായിട്ടോ. ഇനി എന്താ ഉറങ്ങാൻ നേരമായിട്ട്. അപ്പോൾ എൻ്റെ പാത്രം കഴിക്കലും എല്ലാം ക്ലീനാക്കണം. കിച്ചൺ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞിട്ട് ജിതുമോനില്ല വെള്ളമൊക്കെ എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം ജിതുമോന് ഉറക്കത്തിൽ വെള്ളം ചോദിക്കും കുടിക്കാൻ. ഭയങ്കര അവന് വല്ലാത്ത ചൂടും ദാഹമൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി എന്താണ് കിച്ചണിൽ ഇനി വാതിൽ തുറന്നുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇനി വരണ്ട വിചാരിച്ചിട്ട് അവിടെ തന്നെ ആവാൻ വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു കുപ്പിക്ക് വെള്ളമൊക്കെ ഫില്ല് ചെയ്യാം കേട്ടോ. ഒരു ബക്കറ്റ് നിർത്തുന്നുണ്ട്. അപ്പം ഞാൻ അവന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടല്ലോ, പെട്ടെന്ന് കൊടുക്കലോ. പിന്നെ പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ദേഷ്യം വരും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എന്താ പറയുക ഇപ്പം ഈ ചൂടായതുകൊണ്ട് കാരണം തന്നെ ഞങ്ങൾ പൂമുഖത്തോട്ട് കിടന്നൊക്കെ ഉറങ്ങാറുള്ളത്. അപ്പം ഇതൊക്കെ മൂടിയൊക്കെ വെച്ചിട്ട് ഞാനൊരു ഗ്ലാസ് ആയിട്ട് പോകണ്ട. അപ്പം നോക്കുകയാണെങ്കിൽ അവന് വായിട്ട് കുടിച്ചത് ചിലപ്പോൾ പറ്റിയില്ലാന്ന് വരും, ചിലപ്പോൾ പറ്റിയെന്ന് വരും. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ അവർക്ക് ദാഹം ഉണ്ടെങ്കിലോ. അപ്പം അങ്ങനെ കുടിക്കൂലട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗ്ലാസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് എന്താ വർക്ക് ഏരിയ കിച്ചണൊക്കെ കുറ്റി എന്താ പറയുക കുറ്റിയിട്ടിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് പോകട്ടെ. അപ്പം ഞങ്ങൾ പൂമുഖത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജിതുമോന് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ പായൊക്കെ നിർത്തിയിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ. ഷീറ്റൊക്കെ വിരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും നിലത്ത് കടന്നുറങ്ങിയിട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഞാൻ ടേബിളിൽ നിന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഉറങ്ങട്ടെ. അപ്പോൾ അതിലൊന്നും അവനില്ല. അപ്പം ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കടന്നുറങ്ങിട്ടോ. ശക്തമായ ചൂട് കാരണം തന്നെ അവന് കുറച്ചേരൊക്കെ പായി കിടക്കട്ടോ. പിന്നെ വൈകുന്നേരം ഒന്ന് മേല് കഴിയുമ്പോൾ അപ്പം അങ്ങനെ കിടക്കാൻ നേരത്തൊക്കെ മേല് കഴിയിട്ട് കിടക്കട്ടോ. പിന്നെ അവന് ഈ ഒരു നിലത്ത് തന്നെ ഇട്ടിട്ടോ. നിലത്ത് തന്നെ അവിടെയൊക്കെ നന്നാക്കി തുടച്ച് ക്ലീൻ ചെയ്തതാട്ടോ. പിന്നെ അവിടെ കിടക്കും തിരിച്ചുകൊണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ എന്താ പറയുക വെച്ചാൽ രാത്രി ഒരു 12 മണിയൊക്കെ ആയാൽ തന്നെ അവന് ഭയങ്കര കരച്ചിലാട്ടോ. വല്ലാത്ത കരച്ചിലാണ്. എന്താ ചൂട് അധികമായിട്ടൊന്നും കടന്നും കിട്ടുന്നത് വൈക്കലാട്ടോ. അതുകൊണ്ട് തന്നെ അവന് ഫാനിന് കുറച്ചൊക്കെ കിട്ടും. അപ്പം ഞാൻ ടേബിളിൻ്റെ തൊട്ട് കടന്നത് കുറേയൊക്കെ കാറ്റ് കിട്ടും. എന്നാലും പിന്നെ അവനിങ്ങനെ ഈ ഫാനൊന്നും ഒരു കാറ്റുമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവന് പിന്നെ മേലൊക്കെ കേക്ക് കൊടുക്കട്ടെ. എപ്പോഴും ഉണരുന്നുണ്ടോ അപ്പോഴൊക്കെ ഓനെ കുറച്ച് എന്താണ് മേലൊക്കെ കേക്ക് കൊടുത്തിട്ട് അവനോട് കിടത്തും. അപ്പം നിങ്ങൾക്ക് കിടന്നുറങ്ങി ഇങ്ങോട്ട് ചേച്ചിട്ട് കാറ്റ് വരുന്നോട് തന്നെ കിടക്കട്ടെ വിചാരിച്ചിട്ടോ. അപ്പം പിന്നെ സിമെൻറ്റ് മേലെ ഉള്ളിലൊന്നും കിടക്കാൻ പാടില്ല എന്നൊക്കെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് കിടത്തിട്ടോ. അല്ലെങ്കിൽ ബാധൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് പറച്ചില്. പക്ഷേ ഇപ്പോൾ ഒരു ചൂടായതുകൊണ്ട് കാരണം പിന്നെ അവന് വല്ലാത്തൊരു ആർക്കും മൂലൊക്കെ ആയതുകൊണ്ട് എന്നെ അവനങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ.
ഒന്നാമത് പിന്നെ അധികം ചൂട് വരാനും കാരണം ഇവിടെ ഓടും ഇതൊക്കെ പിന്നെ പട്ടിക ഇതൊക്കെ കമ്പിയാക്കി മാറ്റിയതുകൊണ്ട് തന്നെ ഒക്കെ ഭയങ്കര ചൂടുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ റൂം എല്ലായിടത്തും നല്ല ചൂടാണ്. ആകെ ഉണ്ടായിരുന്നത് ഇവിടെ മരങ്ങളൊക്കെ പോയിട്ട് തന്നെ ഭയങ്കര ചൂടായി മാറിയിട്ടുണ്ട്. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ഞാൻ കിടക്കുകയാണ് കേട്ടോ. അപ്പം ലൈറ്റ് ഓഫ് ആക്കാൻ അവനായിട്ടില്ല കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ ഞാൻ ഇത്തരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവനെ സമാധാനിപ്പിച്ചിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ എന്താ പറയുക, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരും ആദ്യമായിട്ട് കണ്ടവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്നും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാ അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.